അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് ഡിസിപ്ലിൻസ് കോൺട്രിബ്യൂട്ടിങ് ടു OB ആൻഡ് മോഡൽസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ അതിൽ ഡിസിപ്ലിൻസ് കോൺട്രിബ്യൂട്ടിങ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള പാർട്ടിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. അപ്പോൾ OB എന്ന് പറയുന്നത് സൈക്കോളജി, സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇത് ഒന്നിച്ചുള്ളൊരു പഠനമാണ്. അതൊരു ഒറ്റയ്ക്കുള്ളൊരു ഡിസിപ്ലിൻ അല്ല, അത് കുറേ ഡിസിപ്ലിനുകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇറ്റ് ഡ്രോസ് നോളജ് ഫ്രം വേരിയസ് സോഷ്യൽ സയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ സയൻസുകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ശാസ്ത്രീയ ഇതിലൂടെ കടന്നു പോകുന്നൊരു പഠനമാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ അതിൽ പ്രധാനമായും വരുന്നത് ഒന്നാമത്തത് സൈക്കോളജി. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ലേണിംഗ്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്, അയാളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡുകൾ, ഇതിനെക്കുറിച്ച് ആയിരിക്കും സൈക്കോളജിയിൽ പഠിക്കുക. അപ്പോൾ ആ ഒരു ഡിസിപ്ലിന് ആൾക്കാരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് രീതികളെ മനസ്സിലാക്കാനും അതിലൂടെ നമ്മുടെ മോട്ടിവേഷനും ട്രെയിനിങ്ങും ഒക്കെ കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കും. പിന്നെ അടുത്തത് വരുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഓരോ ആളുകളുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൻ്റെ പൊതു സ്വഭാവം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടുമ്പോൾ എങ്ങനെയാണതിൻ്റെ സ്വഭാവം വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ എന്താവും, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നതെന്നും അങ്ങനെ ആ ടീമിന് യൂസ്ഫുള്ളായ ലീഡർഷിപ്പും ഓർഗനൈസേഷൻ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും. പിന്നെ സോഷ്യൽ സൈക്കോളജി, കോമ്പിനേഷൻ ഓഫ് സൈക്കോളജി ആൻഡ് സോഷ്യോളജിയും സൈക്കോളജിയും രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റഡിയാണിത്. ഇത് ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെയുള്ള ആളുകൾ എങ്ങനെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയറാണ് എങ്ങനെയാണ് എന്നെ സ്വാധീനിക്കുന്നത്, അങ്ങനെ ഓരോരുത്തരും സ്വാധീനിക്കുന്നതിനെ കുറിച്ച് ഇതിൽ പഠിക്കും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡെസിഷൻ മേക്കിംഗ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളൊക്കെ കുറിച്ച് ഇതിൽ ചർച്ച ചെയ്യും. ഇതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് പിയർ പ്രഷർ, പെർസെപ്ഷൻ, ഗ്രൂപ്പ് ബിഹേവിയറൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നു. പിന്നെ അടുത്തത് ഹ്യൂമൻ ആന്ത്രോപോളജി, സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം, ഫോക്കസ് ഓൺ വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പം ഇതിൽ ഓരോ മനുഷ്യന്മാരുടെ കൾച്ചറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ വരുന്ന സോഷ്യൽ രീതിയെക്കുറിച്ചിട്ട്, അവരുടെ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ സാധിക്കുന്നു. അതിൽ വാല്യൂസ്, വിശ്വാസങ്ങൾ, കസ്റ്റം, രീതികൾ, ഓർഗനൈസേഷണൽ കൾച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ understand organizational culture important for multinational and cross cultural organizations. അപ്പോൾ ക്രോസ് കൾച്ചർ, വേറെ കൾച്ചറിൽ തരുന്ന ആൾക്കാരുള്ള ഒരു ഓർഗനൈസേഷനിൽ ഇത് കൂടുതൽ ഫലപ്രദവും അത് കൂടുതൽ ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള സോഷ്യൽ ഓർഗനൈസേഷൻ്റെ കൾച്ചറിനെ മനസ്സിലാക്കാനും ഈ ഒരു പഠനശാഖ നമ്മളെ സഹായിക്കും. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് പവർ, അതോറിറ്റി ആൻഡ് പൊളിറ്റിക്സ്, ഫോക്കസ് ഓൺ പവർ റിലേഷൻഷിപ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഓർഗനൈസേഷൻ പൊളിറ്റിക്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പൊളിറ്റിക്സ്, അതിലെങ്ങനെയാണ് അതോറിറ്റി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെ പവർ ആർക്കാണ് ഇതിൽ ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എങ്ങനെയാണ് പവർ വരുന്നത് എന്നൊക്കെ ഈ പൊളിറ്റിക്കൽ സയൻസിലൂടെ പഠിക്കുന്നതിലൂടെ നമുക്കിതിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഇതിൽ പഠിക്കാൻ സാധിക്കും. പിന്നെ അതിൽ യൂസ്ഫുൾ ഫോർ മാനേജിങ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെസിഷൻ മേക്കിംഗ്, എങ്ങനെയാണ് പവറുകൾ, അതോറിറ്റികൾ, അതിൻ്റെ ഉള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് റിസോഴ്സ് അലൊക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ചെയ്യുന്നു. അതിൽ കോമ്പൻസേഷനുകൾ, ഇൻസെൻറ്റീവുകൾ, എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, അപ്പോൾ
റിവാർഡ് സിസ്റ്റത്തൊക്കെ ഇത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാലറി, ബോണസുകൾ, ഇൻസെൻറ്റീവുകളൊക്കെ ഇതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഇത് വളർത്താനും സാധിക്കും. പിന്നെ മോഡൽസാണ്, ഓർഗനൈസേഷനുകളുടെ മോഡൽസാണ്. എങ്ങനെയാണ് എംപ്ലോയീസ് അപ്രോച്ച് ചെയ്യുന്നത്, ഹൗ എംപ്ലോയീസ് റെസ്പോണ്ട്. ഒന്നാമത്തെ ഓട്ടോക്രാറ്റിക് മോഡലാണ്, ബേസ്ഡ് ഓൺ പവർ ആൻഡ് അതോറിറ്റി, മാനേജർ ഫുൾ കൺട്രോൾ. അപ്പോൾ ഇതിൽ മാനേജർക്കായിരിക്കും ഫുൾ കൺട്രോൾ. അപ്പോൾ ഈ മിലിറ്ററിയിലൊക്കെ പോലെ, മിലിറ്ററിയിൽ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. മേലെ നിന്ന് എന്താണോ ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുപോലെ എംപ്ലോയീസ് സെൻട്രലൈസ്ഡ് അതോറിറ്റിക്ക് കീഴിലായിരിക്കും വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ബോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആരിയിരിക്കുക, വർക്കേഴ്സ് ഇരിക്കുക. നോ മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു അതോറിറ്റേറിയൻ ഇതാകുമ്പോൾ അതിൻ്റെ ബോസിനനുസരിച്ചിരിക്കും ആ കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച എന്നുള്ളത്. രണ്ടാമത്തെ കസ്റ്റോഡിയൽ മോഡലാണ്. അതിൽ ബേസ്ഡ് ഓൺ എക്കണോമിക് സെക്യൂരിറ്റി, ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് സാലറി, ബെനിഫിറ്റ്സ്, ജോബ് സെക്യൂരിറ്റി, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എന്തായിരിക്കില്ല, ഫീച്ചേഴ്സ് എംപ്ലോയീസ് ഡിപ്പെൻഡ് ഓൺ ഓർഗനൈസേഷൻ. ഒരു ഡിപ്പെൻഡൻസി ആയിരിക്കും, ഒരു ഓർഗനൈസേഷനോട് നമുക്കുള്ള ഡിപ്പെൻഡൻസി ആയിരിക്കും. ഇപ്പോൾ സാലറി പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മളതിന് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് മാത്രമായിരിക്കും എംപ്ലോയീസ് അതിനെ കാണുക. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് പാസീവ് കോപ്പറേഷൻ, മോഡറേറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഈ സുഖകരമല്ലാത്ത എന്ന് പറഞ്ഞാൽ ലോ ഇന്നോവേഷൻസ്. എന്താണോ വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ വർക്കേഴ്സ് തയ്യാറാവില്ല. പിന്നെ ഒന്ന് സപ്പോർട്ടീവ് മോഡലാണ്, ബേസ്ഡ് ഓൺ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, മാനേജർ സപ്പോർട്ട്സ് എംപ്ലോയി ഇൻസ്റ്റെഡ് ഓഫ് കൺട്രോളിങ് ദം. ഒരു മാനേജർ അവരെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവർ ആ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, എൻകറേജ് ചെയ്യുക, പിന്നെ അവരോടൊപ്പം നിന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും. അത് ബെറ്റർ പെർഫോമൻസിനും നല്ലൊരു മോട്ടിവേഷനും വർക്കേഴ്സിനിടയിൽ സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നെ ഒന്നുള്ളത് കൊളീജിയൽ മോഡലാണ്, ബേസ്ഡ് ഓൺ ടീം വർക്ക് ആൻഡ് പാർട്ട്ണർഷിപ്പ്, മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് വർക്ക്സ് ആസ് കൊളീഗ്സ്. എല്ലാവരും ഒരു കൊളീഗ്സിൻ്റെ മാതിരി വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണിത്. അതിൽ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. പിന്നെ പരസ്പരമുള്ള റെസ്പെക്റ്റ് ആണെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബോസ്, ഞാനൊരു ബോസാണ്, അല്ലെങ്കിൽ നീ വർക്കറാണ്, വേറൊരാൾ വർക്കറാണ്, അപ്പോൾ അയാളെൻ്റെ കീഴിലാന്നുള്ള ഒരു ബോധമൊന്നും ആയിരിക്കില്ല അയാൾക്ക് ഉണ്ടാവുക. ഇത് സെൽഫ് ഡിസിപ്ലിൻ, സ്ട്രോങ് ടീം സ്പിരിറ്റ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. പിന്നെ അഞ്ചാമത്തെ സിസ്റ്റം മോഡലാണ്. ഇതാണ് മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് മോഡൽ. ട്രസ്റ്റ്, എത്തിക്സ്, ഷെയർഡ് ഗോൾസ്, ഓർഗനൈസേഷൻ വാല്യൂസ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുക. അതിലെന്തായിരിക്കും എംപ്ലോയി എംപവർമെൻറ്റ്, വർക്ക് ലൈഫ് ബാലൻസ്ഡ് ആയിരിക്കും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരാളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഗതി ആയിരിക്കില്ല. അവരുടെ എംപ്ലോയീസിൻ്റെ വെൽബീങ് അനുസരിച്ച് അവർക്ക് പണിയെടുക്കാം, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് ഹൈ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. അതിലൂടെ കമ്പനിക്ക് വലിയ ഉന്നതികളിൽ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ഷേപ്പ്ഡ് ബൈ മൾട്ടിപ്പിൾ ഡിസിപ്ലിനിലൂടെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള വിഷയം ഡിറൈവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്. പിന്നെ OBE മോഡൽസ് എക്സ്പീരിയൻസ് മാനേജർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഇതിൻ്റെ മോഡലുകൾ എന്ന് പറയുന്നത് മാനേജർ എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ മോഡലുകൾ മാറുന്നത്. പിന്നെ മോഡേൺ ഓർഗനൈസേഷൻ, ഇപ്പോഴത്തെ മോഡേൺ ഓർഗനൈസേഷനുകൾ കൂടുതലും സപ്പോർട്ടീവ് കൊളീജിയൽ സിസ്റ്റം മോഡലുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്.